ഹലോ ഓൾ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് നമുക്ക് പോകാം. എന്തായി ഇന്നലത്തെ മാർക്കറ്റ് എല്ലാവർക്കും പോസിറ്റീവായിരുന്നു ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ സ്റ്റോക്സ് എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ ട്രേഡ് ഡീലിന് ശേഷം, US-India ട്രേഡ് ഡീലിന് ശേഷം അത്യാവശ്യം എല്ലാവർക്കും നല്ല പ്രോഫിറ്റായിട്ട് കിട്ടിയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ നമുക്ക് ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് അനലൈസ് ചെയ്ത ശേഷം നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ലെവൽസും ശേഷം മിച്ചമുള്ള സ്റ്റോക്സിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇന്നലത്തെ ഒരു ബൈയിങ് പ്രഷറിന് ശേഷം ഡോ ജോൺസ് ഫ്യൂച്ചേഴ്സ്, ആപ്പിഫൈഡ്, നാസ്ഡാക്ക് ഒന്ന് കൂൾ ഓഫ് ആയിട്ടുണ്ട്. യൂറോപ്യൻ മാർക്കറ്റ്സ് നെഗറ്റീവ്ലി ടു ന്യൂട്രലി ട്രേഡ് ചെയ്യാൻ. ആൻഡ് ഗിഫ്റ്റ് നിഫ്റ്റി സ്ലൈറ്റ്ലി 60 പോയിന്റ്സ് ഓൺ ഡൗൺ സൈഡ് ആണ്. മേ ബി 60 to 100 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് ഡൗൺ മേ ബി നമുക്ക് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ജാപ്പനീസ് മാർക്കറ്റ്സും ഹാങ്സം, തായ്വാൻ വെയിറ്റിലൊക്കെ നോക്കുമ്പോഴത്തേക്കും ഓക്കെ വലിയ ബുള്ളിഷ് പ്രസൻസ് ഇന്നില്ല ഇന്നലത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ. മറിച്ച് ഒരു ന്യൂട്രൽ അല്ലെങ്കിൽ നെഗറ്റീവ് ഷെയ്ഡിലേക്കാണ് മാർക്കറ്റ് പോകുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, അപ്പോൾ നിഫ്റ്റി നിങ്ങൾ ഇന്നലെ നോക്കുകയാണെങ്കിൽ അറിയാം അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗ്യാപ്പ് അപ്പ് തന്നു. മോസ്റ്റ്ലി ഒരു 26,395 എന്ന് പറയുന്ന ഒരു സോണിലേക്ക് മാർക്കറ്റ് ടച്ച് ചെയ്തു. നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താ സംഭവിച്ചത്, ഓൾ ടൈം ഹൈക്ക് സമീപം എത്തിയപ്പോൾ മാർക്കറ്റ് റിജക്ഷൻ സംഭവിച്ചു എന്നുള്ളതാണ് കാര്യം. അതിൽ പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനുള്ളതൊന്നുമില്ല. അത്രയ്ക്കുള്ള ഒരു ബൈയിങ് പ്രഷർ ഇന്നലത്തെ രാവിലെ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു അല്ലേ. അപ്പം ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ട കാര്യം, നിഫ്റ്റിയിൽ നമ്മുടെ വ്യൂ എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, മാർക്കറ്റ് ഒരു എന്താ പറയുക ഇതിൻ്റെ കൂടെ, അതായത് ഒരു US-India ട്രേഡ് ഡീൽ പ്രഖ്യാപിച്ചതോടുകൂടി മാർക്കറ്റ് ഒരു ബൈയിങ് പ്രഷർ വന്നു കഴിഞ്ഞു. സോ എവരി വൺ ഈസ് പോസിറ്റീവ് അബൌട്ട് അവർ മാർക്കറ്റ്. ബട്ട് നമ്മൾ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക, ഇപ്പം ഇന്ത്യ US ട്രേഡ് ഡീൽ ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ കാര്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് മെയിൻലി ട്രംപ് ആണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ സ്റ്റാൻഡ് ക്ലിയർ ചെയ്യാനുണ്ട്. ലൈക്ക് നമ്മൾ റഷ്യൻ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത് നിർത്തുമോ, അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങൾ, അഗ്രികൾച്ചർ പ്രൊഡക്ട്സിലോട്ട് അല്ലെങ്കിൽ അഗ്രികൾച്ചർ മേഖലയിലോട്ട് നമ്മൾ US-ന് അവസരം ഒരുക്കില്ല എന്ന് നമ്മുടെ ഗവൺമെൻറ് സ്റ്റാൻഡ് വ്യക്തമാക്കി കഴിഞ്ഞു. ആൻഡ് ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ ഇല്ല എന്നുള്ളതൊന്നും അറിയത്തില്ല, ഉണ്ടാവില്ലെന്ന് തന്നെ വിശ്വസിക്കാം. അപ്പോൾ നിലവിൽ അത്യാവശ്യം എന്താ പറയുക പോസിറ്റീവ് നോട്ടിൽ മാർക്കറ്റ് US-India ട്രേഡ് ഡീൽ പോകുന്നുണ്ടെന്ന കാര്യത്തിൽ നമുക്ക് വിശ്വസിക്കാം. സോ ഇപ്പം ഇൻട്രാഡേ ലെവൽസിൽ നമുക്ക് മാക്സിമം നോക്കുമ്പോഴത്തേക്കും ഒരു പ്രധാനപ്പെട്ട സെല്ലിംഗ് സോണ് മാർക്കറ്റ് കടന്നു നിൽക്കുകയാണ് അല്ലേ. ഇപ്പം 15 മിനിറ്റ് ചാർട്ട് ഞാൻ നിൽക്കുകയാണ്. പ്രധാനപ്പെട്ട സെല്ലിംഗ് സോൺ എന്ന് പറയുന്നത് 25,400 റേഞ്ച് ഒരു പ്രധാനപ്പെട്ട സെല്ലിംഗ് സോൺ ആയിരുന്നു, അല്ലെങ്കിൽ 450 റേഞ്ച്. അപ്പം ആ ഏരിയ മാർക്കറ്റ് കടന്നു കഴിഞ്ഞു. ഓക്കെ, ഇന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ ഏരിയ മാർക്കറ്റ് കടന്നു കഴിഞ്ഞു. അപ്പം ഇനി മാർക്കറ്റിന് ഇപ്പോൾ വരാനുള്ള പോസിബിലിറ്റി, ഒരു ചെറിയൊരു സെല്ലിംഗ് പ്രഷർ വന്നാലും മേ ബി ഈ ഒരു സോൺ 25,400 എന്ന് പറഞ്ഞ സോണ് മാർക്കറ്റിൽ ഒരു ബൈയിങ് പ്രഷർ നിലനിർത്താവുന്ന സോണായിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ആ രണ്ട് സോൺസ് ആൻഡ് 24,950 to 970 റേഞ്ച്, ഇപ്പോൾ ഈ രണ്ട് റേഞ്ച് മാർക്കറ്റിൻ്റെ ഒരു ഇമീഡിയറ്റ് ഡിമാൻഡ് സോൺസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഇത്രയും വലിയൊരു സെല്ലിംഗ് ക്യാൻഡിൽ ഇവിടെ ഉണ്ട്, അതായത് അത്രയും വലിയ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. സെല്ലിംഗ് ക്യാൻഡിലിനെ കാട്ടി കൂടുതൽ പറയേണ്ടത് പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. അപ്പം അത് അതിജീവിക്കാനായിട്ടുള്ള ശ്രമം മാർക്കറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ 25,900 അല്ലെങ്കിൽ ഈ ഒരു കൺസോളിഡേഷൻ്റെ ഹൈ ഇതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടന്നു കഴിഞ്ഞാൽ മേ ബി 26,300 റേഞ്ചിലേക്ക് മാർക്കറ്റ് വീണ്ടും ഈ ഒരു സെല്ലിംഗ് മേഖലയിലേക്ക് മാർക്കറ്റ് വീണ്ടും ടെസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ രണ്ട് ഡിമാൻഡ് സോൺസും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് താഴത്തെ സോൺ 24,604 ഡിമാൻഡ് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും അത്യാവശ്യം മാർക്കറ്റിൻ്റെ ട്രിഗർ ചെയ്യാനുള്ള പുഷസ് എല്ലാം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ മൂവ്മെൻറ്റുകൾ ഉണ്ടാവും എന്നുള്ളത് ഇന്നത്തെ മാർക്കറ്റിൽ തന്നെ നമുക്ക് വിലയിരുത്താം. ഓക്കെ, നിഫ്റ്റി ബാങ്ക് കൂടെ നമുക്ക് നോക്കാം. നിഫ്റ്റി ബാങ്കിലും കണ്ടില്ല, സിമിലർ ആയിട്ടുള്ള ചാർട്ടാണ് നമുക്ക് ഇന്നലെ കിട്ടിയിരിക്കുന്നത്. മാർക്കറ്റ് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തു ശേഷം എന്താ പറയുക കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ സൈഡ് വേസ് മൂവ്മെന്റിലേക്ക് മാർക്കറ്റ് പോയി എന്നുള്ളതാണ് സത്യാവസ്ഥ. കണ്ട, വൺ ഡേ ചാർട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. വൺ ഡേ ചാർട്ടിൽ നമുക്ക് ഏകദേശം ഉള്ള കാര്യങ്ങൾ വ്യക്തമാണ്. മാർക്കറ്റ് ഒരു സൈഡ് വേസ് മൂവ്മെന്റിലേക്ക് പോയി. നമ്മൾ ഒറ്റ ക്യാൻഡിലേക്ക് നോക്കുമ്പോഴത്തേക്കും സെല്ലിംഗ് പ്രഷറാണ് കാണുന്നതെങ്കിലും നമ്മൾ അതിൻ്റെ ഒരു മൈനർ ലെവൽസിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഡൗൺ സൈഡ് വന്ന ശേഷം ഒന്ന് സൈഡ് വേസിലേക്ക് പോയി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കൺസോൾട്ടേഷൻ നമുക്ക് എന്താ പറയുക ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കായിരിക്കും എക്സ്പ്ലോസീവ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് അടുത്ത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. നമുക്ക് പ്രതീക്ഷിക്കാം ഡൗൺ സൈഡ് മൂവ്മെന്റ് ഉണ്ടാവാതിരിക്കട്ടെ, ഒരു അപ്പ് സൈഡ് മൂവ്മെന്റ് തന്നെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് ഏതൊക്കെ സ്റ്റോക്സ് ഒന്ന് പരിശോധിക്കണമെന്നുള്ള കാര്യം, അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂസസ് ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുമ്പോഴത്തേക്കും ഒരുപാട് റിസൾട്ടുകൾ വരുന്നുണ്ട്. ടാറ്റ പവറിന്റെ റിസൾട്ട് വരുന്നുണ്ട്, അപ്പോളോ ടയർസ്, കമ്പനീസ് ഇന്ത്യ, ദേവയാനി, എക്സാവെയർ ടെക്നോളജീസ്, ഐ വാല്യൂ, JSW സിമെന്റ്സ്, കൽപ്പാത്താരു പ്രൊജക്ട്സ്, മെട്രോപോളിസ് ഹെൽത്ത് കെയർ, അപ്പിജിയ, സുരേന്ദ്ര പാർക്ക് ഹോട്ടൽസ്, ടീംലി സർവീസസ്, ട്യൂബ് ഇൻവെസ്റ്റ്മെന്റ്സ്, ട്രെൻഡ്, സുവാരി ആഗ്രോസ്, എംക്യൂർ ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ കമ്പനികളുടെ റിസൾട്ടുകൾ വരുന്നുണ്ട്. സോ കെയർഫുൾ ആയിട്ടിരിക്കുക. പിന്നെ ബജാജ് ഫിനാൻസിൻ്റെയൊക്കെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. പ്രോഫിറ്റ് സ്ലൈറ്റ്ലി കുറഞ്ഞിട്ടുണ്ട്. 4,308 കോടിയിൽ നിന്നും 4,066, മോസ്റ്റ്ലി 6% കുറവ് ബജാജ് ഫിനാൻസിൽ ഉണ്ടായിട്ടുണ്ട്. ബട്ട് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം കൂടിയിട്ടുണ്ടെന്നും
ഗ്രോസ് NPA റൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസസ് പുറത്തു വരുന്നുണ്ട്. ഗോദ്രേജ് ആഗ്രോവേർട്ടിൻ്റെ ആണെങ്കിൽ പ്രോഫിറ്റും റവന്യൂ ഗ്രോത്തിൻ്റെയും കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. പ്രോഫിറ്റ് സ്ലൈറ്റ്ലി കുറഞ്ഞിട്ടുണ്ട് ആൻഡ് റവന്യൂ ഗ്രോത്ത് അത്യാവശ്യമുണ്ടെന്നുള്ള കാര്യമുണ്ട്. ആൻഡ് ആദ്യത്തെ ബിർള ക്യാപിറ്റൽ ആണെങ്കിൽ പ്രോഫിറ്റ് സർജ് ചെയ്തിട്ടുണ്ട്. FSLന്റെ പ്രോഫിറ്റിൽ ചെറിയ കുറവ് വന്നിട്ടുണ്ട്. മാൻകൈൻഡ് ഫാർമയ്ക്ക് ആണെങ്കിൽ പ്രോഫിറ്റിനും റവന്യൂവിനും ഇൻക്രീസ് വന്നിട്ടുണ്ട്. കാസ്ട്രോൾ ഇന്ത്യയ്ക്ക് ആണെങ്കിൽ പ്രോഫിറ്റും കൂടി കുറഞ്ഞിട്ടുണ്ട് ആൻഡ് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ക്യാൻസർ നെറോലാക്കിൻ്റെ ആണെങ്കിൽ പ്രോഫിറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് ഉണ്ട്. അപ്പം കമ്പനികളിൽ പല ന്യൂസുകൾ ഇങ്ങനെ ഓൺഗോയിങ് ആണ്. ആരതി റെക്സിന്റെ ഒരു ന്യൂസ് ഉണ്ടെന്നാണ് പ്രോഫിറ്റ് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് പോസിറ്റീവ് ന്യൂസ്. റെസ്റ്റോറൻറ്റ്സ് ബ്രാൻഡ്സ് ഏഷ്യയിലേക്ക് ലോസ് കുറച്ചിട്ടുള്ളൂ. 50 കോടിയിൽ നിന്ന ലോസ് അവർ റെസ്റ്റോറൻറ്റ്സ് ബ്രാൻഡ് ഏഷ്യ മോസ്റ്റ്ലി ഒരു 43.5 crores ആയിട്ട് കുറച്ചു എന്നുള്ളത് പോസിറ്റീവ് സൈന് റെസ്റ്റോറൻറ്റ്സ് ബ്രാൻഡ് ഏഷ്യയിലേക്ക് നമുക്ക് നോക്കുമ്പോഴത്തേക്കും കാണാം. ഓക്കെ, ഷീല ഫോമാണ് പ്രോഫിറ്റും റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ത്രിവേണി ടർബൈൻ്റെ പ്രോഫിറ്റ് സ്ലൈറ്റ്ലി ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്, റവന്യൂ സോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അത്യാവശ്യം കമ്പനി ന്യൂസൊക്കെ ഉണ്ട്. പിന്നെ IRFCയുടെ ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവരൊരു സ്ട്രാറ്റജിക് ട്രൈ പാർട്ടേറ്റ് മെമ്മോറാൻഡം സൈൻ ചെയ്തിട്ടുണ്ട്. അത് VO ചിദംബരം പോർട്ട് അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ടാണ്. അതിൻ്റെ സാഗർമാല ഫിനാൻസ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ് സൈൻ ചെയ്തിരിക്കുന്നത്. ആ ഒരു ഔട്ടർ ഹാർബർ പ്രൊജക്ട് ഡെവലപ്പ് ചെയ്യുന്നതിന് ബന്ധപ്പെട്ടാണ് അവർ ആ ഒരു ഇത് സൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ NBCC ഇന്ത്യക്കാണെങ്കിൽ 39 കോടിയുടെ പുതിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. ആൻഡ് 232 കോടിയുടെ ഓർഡർ അധികമുള്ളത് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉത്തരാഖണ്ഡിന്റെ നിന്നും കിട്ടിയിട്ടുണ്ട്. സോ 2 പോസിറ്റീവ് ന്യൂസ് ഉണ്ട്. പിന്നെ രാംകോ മാനേജ്മെന്റ് 10.2 ലക്ഷം ഇക്വിറ്റി ഷെയർസ് വാങ്ങിയിട്ടുണ്ട് രാംകോ സിസ്റ്റത്തിൽ. ബട്ട് 500 per ഷെയർ രീതിയിലാണ് വാങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇങ്ങനത്തെ കുറേ ന്യൂസസ് ഓൾറെഡി മാർക്കറ്റിൽ ഓൺ ഗോയിങ് ആണ്. അപ്പം എല്ലാവരും ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കുക. അപ്പം ഇന്ന് എൻ്റെ സ്റ്റോക്സ് ഞാൻ ഏതെങ്കിലുമൊക്കെ വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം വാറി എനർജീസ് ഞാൻ വാച്ച് ലിസ്റ്റിലിട്ട് നമുക്ക് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. സോ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ മൂവ്മെന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു പുൾ ബാക്ക് അല്ലെങ്കിൽ കണ്ടിന്യൂഷൻ മൂവ്മെന്റ് വാറി എനർജീസിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ശേഷം അദാനി പോർട്സ് ആണ്. അദാനി പോർട്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ലോങ് ടേം ട്രെൻഡ് ലൈനിന്റെ താഴെ നിൽക്കുകയാണ് ആൻഡ് ഇന്നലെ നല്ല പോസിറ്റീവ് നോട്ടിൽ ക്ലോസും ചെയ്തിട്ടുണ്ട്. സോ അദാനി പോർട്സും എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ശേഷം ഇട്ടേക്കുന്നത് യൂണിവേഴ്സൽ കേബിൾസ് ആണ്. യൂണിവേഴ്സൽ കേബിൾസ് എൻ്റെ സ്റ്റോപ്പ് ലോസ് അടിച്ചൊരു സ്റ്റോക്കാണ്. അപ്പോൾ യൂണിവേഴ്സൽ കേബിൾസ് ഞാൻ അടുത്തൊരു ആഡപ്പിന് ടൈം ആയോ എന്നുള്ള കാര്യം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഐ വിൽ ഡിസൈഡ് ആഫ്റ്റർ ടുഡേസ് മാർക്കറ്റ് ഓപ്പണിംഗ്. ഓക്കെ, അപ്പോൾ ആൻഡ് ARSSBL എല്ലാം വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. മാർക്കറ്റ് ഒരു സ്ക്വീസിങ് നടക്കുകയാണ് ARSSBL പോലുള്ള സ്റ്റോക്കുകളിൽ. സോ അതും എൻ്റെ വാച്ച് ലിസ്റ്റിലുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ബന്ധൻ ബാങ്ക് എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. ബന്ധൻ ബാങ്ക് കുറച്ച് ദിവസമായിട്ട് വാച്ച് ലിസ്റ്റിലുണ്ട്. അപ്പോൾ ബന്ധൻ ബാങ്കിൻ്റെ കാര്യം ഇന്ന് ഞാൻ തീരുമാനമെടുക്കും. കാര്യം ബന്ധൻ ബാങ്കും ഒരു റിവേഴ്സൽ പോസിബിലിറ്റിയാണ് ഞാൻ കാണുന്നത്. ബന്ധൻ ബാങ്കിൻ്റെ സ്ട്രക്ചർ ബേസ് നോക്കുമ്പോൾ റിവേഴ്സൽ പോസിബിലിറ്റികൾ സാധ്യതയുണ്ട്. അത്യാവശ്യം ഓൾ ടൈം ഹൈയിൽ നിന്നും എത്ര % ആണ് വന്നേക്കുന്നത് നമുക്ക് നോക്കാം. ബന്ധൻ ബാങ്കിൻ്റെ ഒരു ചാർട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ബന്ധൻ ബാങ്ക് 749 റേഞ്ചിൽ നിന്നാണ് ഇത്രയും ഡൗൺ സൈഡ് വന്നിരിക്കുന്നത്. സോ ഒരു റിവേഴ്സലിൻ്റെ ടൈം ആയോ എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട് ബന്ധൻ ബാങ്കിൽ. ഇവിടെ നോക്കുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ നോക്കി. ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് 746 ആണ്. അവിടെ നിന്ന് മോസ്റ്റ്ലി 80% ഡൗൺ ആണ് ബന്ധൻ ബാങ്ക് കിടക്കുന്നത്. ആൻഡ് അവിടെ നിന്നും വീക്ക്ലി ചാർട്ടിലേക്ക് ഞാൻ പോവുകയാണ്. ആൻഡ് ഡേ ചാർട്ടിലേക്കും പോവുകയാണ്. ഡേ ചാർട്ട് നോക്കുമ്പോഴത്തേക്കും മാർക്കറ്റ് ഒരു ബേസ് ഉണ്ടാക്കിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സോ അത്യാവശ്യം നല്ലൊരു ബേസ് ഈ ഒരു മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്യാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ മോസ്റ്റ് പ്രോബബിളി ഉള്ളതിലൊരു പോസിറ്റീവ് ചാർട്ടായിട്ട് എനിക്ക് തോന്നുന്നത് ബന്ധൻ ബാങ്ക് ആണ്. എബോവ് 160 നല്ലൊരു മൂവ്മെന്റ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബന്ധൻ ബാങ്ക് ഒരു ക്ലിയർ അക്യുമുലേഷൻ, ഇവിടെ ഒരു നല്ലൊരു അക്യുമുലേഷൻ ഫേസ് നടന്നു. ആൻഡ് മാർക്കറ്റ് കണ്ടിന്യൂസ്ലി ഈ ഒരു ബേസിൽ നിന്ന് ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ബന്ധൻ ബാങ്ക് എന്തായാലും ഒരു ടോപ്പ് പ്രയോറിറ്റിയിൽ ഉണ്ടാവും. ഒരിക്കൽ അറ്റംപ്റ്റ് നടത്തി ഈ ഏരിയ ബ്രേക്ക് ചെയ്യാൻ തിരിച്ച് താഴെ വന്നു. ഇവിടെ ഒരു 130 റേഞ്ച് നല്ലൊരു ഡിമാൻഡ് സോണായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് വീണ്ടും അറ്റംപ്റ്റ് നടത്തി വീണ്ടും താഴെ വന്നു. ആൻഡ് വീണ്ടും അറ്റംപ്റ്റിനുള്ള പോസിബിലിറ്റി ബന്ധൻ ബാങ്കിലുണ്ട്. സോ നമുക്കത് ബന്ധൻ ബാങ്ക് നമുക്ക് എല്ലാവർക്കും ഒന്ന് ക്ലോസ്ലി വാച്ച് ചെയ്യാം. അത്യാവശ്യം നല്ലൊരു ചാർട്ട് ബേസ് ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും സ്റ്റോക്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിയർലി കമന്റ് ബോക്സിൽ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി ടെലിഗ്രാമിൽ മെസ്സേജ് ചെയ്യാം. നമുക്കത് ഇതേപോലെ അനലൈസ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, സോ താങ്ക് യു.